പെരിയോഡോണ്ടൽ ആബ്സസ്. മോണയുടെയും പല്ലിന്റെയും ഇടയിൽ, അതായത് സോക്കറ്റിലുണ്ടാകുന്ന പഴുപ്പിനെയാണ് പെരിയോഡോണ്ടൽ ആബ്സസ് എന്ന് പറയുന്നത്. ഇത് കാരണം ചവയ്ക്കുമ്പോഴും തട്ടുമ്പോഴും പല്ലിന് വേദനയുണ്ടാകുന്നു. ഇത് കാരണം പല്ല് ചെറുതായി ഇളകുകയും മോണ ചുവന്ന് വീങ്ങി അതിൽ നിന്ന് രക്തം പൊടിയുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും ഉണ്ടായെന്ന് വരില്ല. മിക്ക പെരിയോഡോണ്ടൽ ആബ്സസും ഉണ്ടാകുന്നത് മോണയിലെ അണുബാധ ഗം പോക്കറ്റിലേക്ക് വ്യാപിക്കുന്നതുകൊണ്ടാണ്. മോണയിലെ മുറിവുകളിൽ അണുബാധയുണ്ടായാൽ അത് പഴുപ്പായി മാറാൻ സാധ്യതയുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ അണുക്കളെ പുറന്തള്ളാൻ മോണ പുറപ്പെടുവിക്കുന്ന ദ്രാവകത്തെ തടസ്സപ്പെടുത്തുന്നതുവഴി പെരിയോഡോണ്ടൽ ആബ്സസിലേക്ക് നയിക്കുന്നു. കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ അണുക്കളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. അണുക്കൾ രൂപപ്പെട്ടതിനു ശേഷം പഴുപ്പ് മോണയിലേക്ക് താഴ്ന്നിറങ്ങി അവിടെ പഴുപ്പുണ്ടാക്കുന്നു. അതിനെയാണ് മോണവീക്കം എന്ന് പറയുന്നത്. ആഹാരമിറക്കുമ്പോൾ പഴുപ്പ് ബാധിച്ച ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നു. ചികിത്സിക്കാതെ വെച്ചാൽ പല്ലിനു ചുറ്റുമുള്ള അസ്ഥികളെയും നാഡീതന്തുക്കളെയും ചെറിയ ഇടവേളക്കുള്ളിൽ തന്നെ ബാധിക്കുന്നു. അതുവഴി പഴുപ്പ് ബാധിച്ച പല്ലും ചില അവസരങ്ങളിൽ അതിന്റെ അടുത്തുള്ള പല്ലുപോലും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. പഴുപ്പുണ്ടെന്ന് സംശയം തോന്നുന്ന അവസരത്തിൽ പരിശോധന നടത്തുകയും എക്സ്റേ എടുക്കുകയും വേണം. പഴുപ്പ് വലിച്ചെടുക്കുകയും അതിന്റെ കാരണത്തെ ഇല്ലാതാക്കുകയുമാണ് പ്രധാന ചികിത്സ. റൂട്ട് പ്ലാനിംഗ് എന്ന ചികിത്സാരീതിയാണ് സാധാരണയായി ചെയ്തുവരുന്നത്. ഇതിൽ പഴുപ്പ് വലിച്ചെടുക്കുകയും പല്ലിന്റെ മുകളിലുള്ള പ്ലാക്ക് അഥവാ അഴുക്ക് നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ചില അവസരങ്ങളിൽ പഴുപ്പ് ബാധിച്ച സ്ഥലത്തെ ചെറുതായി തരിപ്പിക്കുന്നു. വീട്ടിൽ ചെയ്യാവുന്ന ചികിത്സാരീതി: ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വായിൽ കുൽക്കുഴിയുക, അല്ലെങ്കിൽ അണുക്കൾക്കെതിരെയുള്ള മൗത്ത് വാഷുകൾ ഉപയോഗിക്കുക. ആരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിച്ച് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്.